കേരളത്തിലേക്ക് MDMA ഉൾപ്പെടെയുള്ള രാസലഹരി കയറ്റി അയക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം മുണ്ടയ്ക്കൽ സ്വദേശിനി അദ്വൈത, കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശി സിജാഹ് എന്നിവരാണ് പിടിയിലായത്. കമിതാക്കളായ ഇവർ കേരളത്തിലേക്ക് വർഷങ്ങളായി വൻതോതിൽ രാസലഹരി കയറ്റുമതി ചെയ്യുകയായിരുന്നു. പിടിയിലായ സിജാഹ് 3ഓളം NDPS കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരം അമരവിളയിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലും കണ്ണൂരിലും ഇരിട്ടിയിലും MDMA എക്സൈസ് പിടികൂടിയ കേസിലും സിജാഹിദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 23 ഗ്രാം MDMAയുമായി ICS ജംഗ്ഷനിൽ നിന്നും യുവതിയെ പിടികൂടിയിരുന്നു. ഈ കേസിൽ രണ്ടാം പ്രതിയായ ഷംനാദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ബാംഗ്ലൂരിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഷംനാദിനെ MDMA കൈമാറിയ സംഘത്തിലെ 3 പേരെ കൂടി പിടികൂടിയിരുന്നു. പിടികൂടിയവരിൽ 2 പേർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളും ഒരാൾ കർണാടക ഷിമോഗ സ്വദേശിയുമായിരുന്നു. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് കയറ്റി അയക്കുന്ന സംഘത്തിലെ അംഗങ്ങൾ പിടിയിലായത്. ബാംഗ്ലൂരിൽ റേഡിയോളജി പഠനത്തിന് പോയ അദ്വൈതയും സിജാഹും വ്യാജപ്പേരിൽ ബാംഗ്ലൂരിൽ ഫ്ളാറ്റ് എടുത്തു താമസിക്കുകയായിരുന്നു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ മേൽനോട്ടത്തിൽ ശാസ്താംകോട്ട DYSP പ്രസാദ്, SHO മൃദുൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ SI ശരത് KP, ASI ബിജു KR, CPOമാരായ അഖിൽ ചന്ദ്രൻ, ഫൈസൽ, വിപിൻകുമാർ, വനിതാ CPO അഞ്ജു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്.